ഞാനും അച്ഛനും അമ്മയും എൻ്റെ ഭാര്യയും 3 വയസ്സുള്ള കുട്ടിയുമാണ് ഉള്ളത്. 2024 ഡിസംബർ 8-ാം തീയതി ഞാൻ ആത്മഹത്യ എന്ന രൂപത്തിലേക്ക് മാറുന്ന അന്തരീക്ഷത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. കാരണം ഈ ജില്ലയുമായി ബന്ധപ്പെട്ട്, പുൽപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലേഡ് മാഫിയ നിയമനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എനിക്കെൻ്റെ മകളുടെ ഭാഗ്യം കൊണ്ട് എൻ്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞ ഒരു അന്തരീക്ഷത്തിനകത്തുള്ളത്. മറ്റ് വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ മേപ്പാട് വിംസിലെ ഹോസ്പിറ്റൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ബന്ധപ്പെട്ട് പറയുന്ന വിഷയങ്ങളെന്ന് പറയുന്നത്, നിയമനവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലക്കകത്തെ പുൽപ്പള്ളി മുള്ളംകൊല്ലി സർവീസ് സഹകരണ ബാങ്ക് ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് പൂർണ്ണമായി അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടോ വിജിലൻസോ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് ഞാൻ കൊടുത്ത പരാതി വളരെ രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള മൊഴികളും, ഞാനൊരു പട്ടികജാതി വിഭാഗക്കാരനായതുകൊണ്ട് SMS DYSP എടുത്ത മൊഴികളുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പോലീസ് തലത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് പോകുന്നില്ല. പക്ഷേ ഇപ്പം KL പോലീസിനെതിരെയാണ് പരാതി പ്രധാനമായിട്ടുള്ളത്. മറ്റ് ഈ 12 ലക്ഷം രൂപ അവർ വാങ്ങിയെടുത്തു എന്നുള്ളതാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ അടുത്ത് പരാതി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായി പരിശോധിക്കാൻ ഏത് മാധ്യമപ്രവർത്തകർക്കും പറ്റുന്ന ഇന്നത്തെ നാട്ടിലെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ. അത് അടിസ്ഥാനപ്പെടുത്തി പരിശോധന നടത്തട്ടെ, സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞാൻ വന്നത് സ്ട്രിക്റ്റ് മെറിറ്റിലാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അത് പറയാം. ഞാൻ കൊടുത്ത പരാതി എന്ന് പറയുന്നത് ആയി ബന്ധപ്പെട്ട് KL പോലീസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുള്ളംകൊല്ലിലെ പാർട്ടി ഓഫീസിൻ്റെ സമുച്ചയവുമായി ബന്ധപ്പെട്ട പണിയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മാത്രമല്ല, ആ നിയമനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുമുണ്ട്. കൃത്യമായ അന്വേഷണം നടത്താൻ വേണ്ടി ഈ സർക്കാർ തയ്യാറാവുമോ? ഒരു ചോദ്യമാണല്ലോ. കൃത്യമായ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ തയ്യാറാവണം. നിയമനം ആയി ബന്ധപ്പെട്ട്, അഴിമതിയായി ബന്ധപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിലേക്ക് പോകുന്ന അന്തരീക്ഷത്തിലേക്ക് വയനാട്ടിലെ ഒരു സാധാരണ പട്ടികജാതിക്കാരനെ എനിക്ക് എൻ്റെ നീറുന്ന പ്രശ്നങ്ങളായിട്ട് മാറി. ഈ സാഹചര്യങ്ങളിലേക്ക് പോകുന്ന പലരുമുണ്ട്. ഈ ജില്ല അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമന വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് കൃത്യമായ അന്വേഷണം സർക്കാർ തലത്തിലുണ്ടാവണം. അതുപോലെ തന്നെ കൃത്യമായി ഒരു നീതി ഉദ്യോഗാർത്ഥികൾ കിട്ടുന്ന അന്തരീക്ഷത്തിലേക്ക് മാറേണ്ടതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്.